സെനറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഫസ്റ്റ് ഇയർ പേപ്പർ 5 വിക്ടറി കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതില് നമ്മൾ എക്സാമിന് വരാൻ ഉദ്ദേശിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പേപ്പർ 5 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഒരുപാട് തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ നോക്കാം. National Immunization Schedule. Immunization against preventable diseases is central to the concept of public health care. അതായത് നമ്മുടെ പബ്ലിക് ഹെൽത്ത് കെയറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. എന്താ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈൽഡിന്റെ ഡെവലപ്മെന്റിനും അവരുടെ സർവൈവലിനും ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് കുറെ അധികം വാക്സിൻ പ്രിവെന്റബിൾ ആയിട്ടുള്ള ഡിസീസസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് പോളിയോമൈലൈറ്റിസ്, പെർട്ടൂസിസ്, ടെറ്റനസ്, മീസിൽസ്, ഡിഫ്തീരിയ, ട്യൂബർകുലോസിസ്, ഹെപ്പറ്റൈറ്റിസ് ബി, റോട്ടാവൈറസ്, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി ആൻഡ് ന്യൂമോകോക്കൽ ന്യൂമോണിയ. ഇതെല്ലാം നമുക്ക് വാക്സിൻസ് എടുക്കുന്നതിലൂടെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഡിസീസസ് ആണ്. ഓക്കെ, നമുക്ക് ഈ പറയുന്ന ഡിസീസസിലൂടെയാണ് ഏകദേശം ഒരു 20 മുതൽ 30% കുട്ടികളിൽ മരണം സംഭവിക്കുന്നത് ഈ ഡിസീസിലൂടെയാണ്. പക്ഷെ ഇത് നമുക്ക് വാക്സിനിലൂടെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. അതുകൊണ്ടാണ് ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് മാറിയിട്ടുള്ളത്. ഈ പറഞ്ഞ ഡിസീസുകളിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികളിൽ മരണം സംഭവിക്കുന്നത് മീസിൽസ് കാരണമാണ്. ഓൾറെഡി നമ്മൾ വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസ് കുറെ അധികം മുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഡെത്ത് സംഭവിക്കുന്നത് മീസിൽസ് കാരണമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളുടെ ആദ്യത്തെ 1 വയസ്സിനുള്ളിൽ തന്നെ എല്ലാവരെയും, അതായത് എല്ലാ കുട്ടികളെയും ഇമ്മ്യൂണൈസ് ചെയ്യേണ്ടത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വാക്സിൻസ് കറക്റ്റ് ഏജിൽ, അതായത് ഓരോ വാക്സിനും എടുക്കേണ്ട ഒരു ഏജ് ഉണ്ട്. ആ ഏജിൽ തന്നെ മാക്സിമം എടുക്കാൻ ശ്രദ്ധിക്കേണ്ടതുമാണ്. ഇപ്പോ ഏതെങ്കിലും ഒരു കുട്ടി ആ ഒരു ഡോസ് മിസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഷെഡ്യൂൾഡ് ഡേറ്റിനോട് ചേർന്ന് എത്രയും പെട്ടെന്ന് ആ ഡോസ് എടുക്കാൻ നോക്കുക. മാക്സിമം ഇത് ഒഴിവാക്കാതിരിക്കുന്നതാണ് നല്ലത്. അതേപോലെ തന്നെ നമ്മൾ പണ്ട് കാലത്ത് കുട്ടികൾക്ക് എന്തെങ്കിലും രീതിയിൽ പനിയോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഡയറിയ, വോമിറ്റിംഗ് അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഈ വാക്സിൻസ് എടുക്കാറില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ പറയുന്നത് കുട്ടികൾക്ക് ഇത്തരത്തിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഫീവറോ ഡയറിയോ വോമിറ്റിങ്ങോ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസോ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇമ്മ്യൂണൈസേഷൻ എടുക്കാം. അത് സേഫ് ആണ് എന്നാണ് പറയുന്നത്. ഇത് അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണൈസേഷനെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അടുത്തത് നമ്മൾ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് അവസാനം ഒരുമിച്ച് ഒരു ടേബിളിലാക്കി പറയാം. ആദ്യം ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഓരോ ഏജ് ഗ്രൂപ്പും അതിന് ആ ഏജിൽ കൊടുക്കുന്ന വാക്സിൻസിന്റെയും കാര്യമാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബർത്ത് ടൈമിൽ ആദ്യമായിട്ട് 3 വാക്സിൻസ് ആണ് കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക്. ഒന്ന് ഹെപ്പറ്റൈറ്റിസ് ബി, 2 OPVയുടെ 0 ഡോസ്, 3 BCG. ഈ 3 വാക്സിൻസ് ആണ് നമ്മൾ ബർത്ത് ടൈമിൽ കൊടുക്കുന്നത്. അതായത് കുഞ്ഞ് ജനിച്ച ഉടൻ കൊടുക്കുന്ന വാക്സിൻസ് ആണ് ഇത് 3. അതിനുശേഷം അടുത്ത വാക്സിൻ വരുന്നത് 6 ആഴ്ച അല്ലെങ്കിൽ 1.5 മാസം ആകുമ്പോഴാണ് അടുത്ത വാക്സിൻ വരുന്നത്. അവിടെ നമ്മൾ 5 വാക്സിൻസ് കൊടുക്കുന്നു. OPV ഫസ്റ്റ് ഡോസ്, റോട്ട ഫസ്റ്റ് ഡോസ്, IPV ഫസ്റ്റ് ഡോസ്, PCV ഫസ്റ്റ് ഡോസ് ആൻഡ് പെന്റാവാലന്റിന്റെ ഫസ്റ്റ് ഡോസ്. ഇതില് ഈ പെന്റാവാലന്റ് എന്ന് പറയുന്ന വാക്സിൻ 5 വാക്സിൻസ് ചേർന്നതാണ്. അതായത് നമ്മുടെ ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി, ഈ 5 വാക്സിൻസും കൂടെ ചേർന്നതാണ് പെന്റാവാലന്റ് വാക്സിൻ എന്ന് പറയുന്നത്. അപ്പം ഈ 5 വാക്സിന്റെയും ഫസ്റ്റ് ഡോസ് ആണ് 6ാമത്തെ ആഴ്ച നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം 1 മാസം കഴിഞ്ഞിട്ട് നമ്മൾ 10ാമത്തെ ആഴ്ച അല്ലെങ്കിൽ 2.5 മാസം കഴിയുമ്പോൾ നമ്മൾ 3 വാക്സിൻസ് ആണ് കൊടുക്കുന്നത്. അത് മുകളിൽ പറഞ്ഞിട്ടുള്ള 5 എണ്ണത്തിൽ 3 എണ്ണം തന്നെയാണ് 10ാമത്തെ ആഴ്ച നമ്മൾ കൊടുക്കുന്നത്. OPV, റോട്ട, പെന്റാവാലന്റ് ഇതിന്റെ 3ന്റെയും സെക്കൻഡ് ഡോസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം പിന്നെയും 1 മാസം കഴിഞ്ഞിട്ട് 14ാമത്തെ ആഴ്ച അല്ലെങ്കിൽ 3.5 മാസത്തിൽ വീണ്ടും നമ്മൾ 6ാമത്തെ ആഴ്ച കൊടുത്ത 5 വാക്സിൻസ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 14ാമത്തെ ആഴ്ചയിൽ നമ്മൾ OPV, റോട്ട, പെന്റാവാലന്റ് ഇതിന്റെ 3ന്റെയും തേർഡ് ഡോസ് ആണ് കൊടുക്കുന്നത്. കാരണം 10ാമത്തെ ആഴ്ചയിൽ ഇതിന്റെ എല്ലാം സെക്കൻഡ് ഡോസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ IPV, PCV നമ്മൾ കൊടുക്കാത്തത് കാരണം അതിന്റെ 2ന്റെയും സെക്കൻഡ് ഡോസ് ആണ്. ഓക്കെ, അപ്പോ OPV, റോട്ട, പെന്റാവാലന്റ് ഇതിന്റെ 3ന്റെയും തേർഡ് ഡോസും
IPV, PCV ഇതിന്റെ സെക്കൻഡ് ഡോസുമാണ് നമ്മൾ 14 വീക്സിൽ കൊടുക്കുന്നത്. ഇതിനുശേഷം പിന്നെ നമ്മൾ അടുത്തത് 9ാമത്തെ മാസത്തിലാണ് കൊടുക്കുന്നത്. അവിടെയും നമ്മൾ 5 വാക്സിൻസ് ആണ് കൊടുക്കുന്നത്. MRന്റെ ഫസ്റ്റ് ഡോസ്, PCVയുടെ ബൂസ്റ്റർ, IPVയുടെ ബൂസ്റ്റർ, ജീവിന്റെ ഫസ്റ്റ് ഡോസ്, വൈറ്റമിൻ എയുടെ ഫസ്റ്റ് ഡോസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ജീവ് എന്ന് പറയുന്നത് നമ്മുടെ ജാപ്പനീസ് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന അസുഖത്തിനെതിരെയുള്ള വാക്സിൻ ആണ്. അത് പക്ഷെ നമ്മൾ സെലക്ടഡ് ഡിസ്ട്രിക്ട്സിൽ മാത്രമാണ് കൊടുക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ട്രിവാൻഡ്രം, ആലപ്പുഴ ഡിസ്ട്രിക്ട്സിലാണ് ഈ ജീവ് എന്ന് പറയുന്ന വാക്സിൻ കൊടുക്കുന്നത്. പിന്നെ ബാക്കിയെല്ലാം PCV, IPV അതിന് രണ്ടും ബൂസ്റ്റർ ആണ് കൊടുക്കുന്നത്. MRന്റെ ഫസ്റ്റ് ഡോസ്, വൈറ്റമിൻ എയുടെ ഫസ്റ്റ് ഡോസ്. ഇതിനുശേഷം നമ്മൾ 1.5 വയസ്സ് അല്ലെങ്കിൽ 16 to 24 മാസം ആ ഒരു സമയത്താണ് അടുത്ത വാക്സിൻ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ MRന്റെ സെക്കൻഡ് ഡോസ്, ജീവിന്റെ സെക്കൻഡ് ഡോസ്, DPTയുടെ ബൂസ്റ്റർ, OPVയുടെ ബൂസ്റ്റർ, വൈറ്റമിൻ എയുടെ സെക്കൻഡ് ഡോസ്, ഇത് ഇത്രയുമാണ് നമ്മൾ 1.5 വയസ്സിൽ കൊടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ എഴുതിയിരിക്കുന്നത് വൈറ്റമിൻ എയുടെ കാര്യമാണ്. നമ്മളിപ്പോ 1.5 വയസ്സിൽ വൈറ്റമിൻ എയുടെ സെക്കൻഡ് ഡോസ് ആണ് കൊടുത്തത്. നമുക്ക് വൈറ്റമിൻ എക്ക് ടോട്ടൽ 9 ഡോസ് ആണ് ഉള്ളത്. ഈ ഓരോ ഡോസിന്റെയും ഇടയിൽ നമ്മൾ 6 മാസത്തെ ഗ്യാപ്പ് ആണ് പറയുന്നത്. അപ്പോ വൈറ്റമിൻ എ നമുക്ക് മൊത്തം ടോട്ടൽ 9 ഡോസ് ആണുള്ളത്. ഈ 9 ഡോസും നമ്മൾ 6 മാസത്തെ ഗ്യാപ്പിലാണ് കൊടുക്കുന്നത്. 5 വയസ്സ് വരെയാണ് കൊടുക്കുന്നത്. അപ്പം 3 മുതൽ ബാക്കി 9 വരെയുള്ള ഡോസ് 5 വയസ്സ് വരെ 6 മാസം ഗ്യാപ്പിൽ നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം പിന്നീട് വരുന്നത് 5 വയസ്സിലുള്ളതാണ്. അത് നമ്മളവിടെ DPTയുടെ സെക്കൻഡ് ബൂസ്റ്റർ ആണ് വരുന്നത്. പിന്നെ വൈറ്റമിൻ എയുടെ ആ ലാസ്റ്റ് ഡോസ് 5ാമത്തെ വയസ്സിലായിരിക്കും വരുന്നത്. പിന്നെ ഉള്ളത് 10ാമത്തെ വയസ്സിലാണ്. അത് നമ്മുടെ TDയുടെ ഫസ്റ്റ് ഡോസ് ആണ്. പിന്നെ 16 വയസ്സിൽ TDയുടെ സെക്കൻഡ് ഡോസ്. ഇങ്ങനെയാണ് പോകുന്നത്. ഇത് കുട്ടികളുടെ കാര്യത്തിലുള്ള വാക്സിനേഷൻ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ കാര്യം മാത്രമല്ല, അവിടെ ഗർഭിണികളുടെ കാര്യം കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഒരു സ്ത്രീ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അറിഞ്ഞ ഉടൻ തന്നെ നമ്മൾ TDയുടെ ഫസ്റ്റ് ഡോസ് വാക്സിൻ എടുത്തിരിക്കണം. അതിനുശേഷം 1 മാസം കഴിയുമ്പോൾ നമ്മുടെ TDയുടെ സെക്കൻഡ് ഡോസ്, അല്ലെങ്കിൽ 4 ആഴ്ച കഴിയുമ്പോൾ TDയുടെ സെക്കൻഡ് ഡോസ് എടുത്തിരിക്കണം. ഇതാണ് പ്രഗ്നൻസിയിലെ കാര്യം പറയുന്നത്. ഇനി ഒരു സ്ത്രീ നമ്മുടെ 2 ഡോസും എടുത്തെന്ന് വെച്ചോ, പ്രഗ്നൻസി ടൈമിൽ TDയുടെ 2 ഡോസ് വാക്സിനും എടുത്തു. അതിനുശേഷം അവർ 3 വർഷത്തിനുള്ളിൽ വീണ്ടും ഗർഭിണിയാവുകയാണെന്ന് ണ്ടെങ്കിൽ ഇവര് 2 ഡോസ് പിന്നെയും എടുക്കേണ്ടത് ആവശ്യമില്ല. ഒരൊറ്റ TD ബൂസ്റ്റർ ആയിട്ട് ഒരെണ്ണം മാത്രം എടുത്താൽ മതി. ഇതാണ് നമ്മുടെ ഏജ് അനുസരിച്ചുള്ള വാക്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഡോസും അതുപോലെ തന്നെ റൂട്ടുമാണ്. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ ഡോസേജ് നോക്കാം. ഇതില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റോട്ടാ വൈറസ്, വൈറ്റമിൻ എ, OPV ഇത് 3ഉം നമ്മൾ ഓറലി കൊടുക്കുന്ന വാക്സിൻസ് ആണ്. ഓക്കെ, OPV, റോട്ടാ വൈറസ്, വൈറ്റമിൻ എ എന്ന് പറയുന്നത് നമ്മൾ ഓറലി കൊടുക്കുന്ന വാക്സിൻസ് ആണ്. അപ്പം OPV നമ്മൾ 2 ഡ്രോപ്പ് ആണ് കൊടുക്കുന്നത്. റോട്ടാ വൈറസ് ആണെങ്കിൽ 5 ഡ്രോപ്സ് അല്ലെങ്കിൽ 2 ml അതാണ് കൊടുക്കുന്നത്. വൈറ്റമിൻ എയെ സംബന്ധിച്ചിടത്തോളം വൈറ്റമിൻ എയുടെ ഫസ്റ്റ് ഡോസ്, ആദ്യത്തെ ഡോസ് മാത്രം നമ്മൾ 1 lakh ഇന്റർനാഷണൽ യൂണിറ്റ് അല്ലെങ്കിൽ 1 ml ആണ് കൊടുക്കുന്നത്. ബാക്കിയുള്ള 2 മുതൽ 9 വരെയുള്ള ഡോസസും 2 lakh ഇന്റർനാഷണൽ യൂണിറ്റ് ഓർ 2 ml ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി വാക്സിൻസിന്റെ കാര്യത്തിൽ വ്യത്യാസം വരുന്നത് 2 എണ്ണത്തിന് മാത്രമാണ്, BCGയും IPVയും. BCG ആദ്യത്തെ 1 മാസം വരെ നമ്മൾ 0.05 ml ആണ് കൊടുക്കുന്നത്. 1 മാസത്തിന് ശേഷമാണെങ്കിൽ നമ്മൾ 0.1 ml ആണ്. IPV ആണെങ്കിൽ 0.1 ml ആണ്. പിന്നെ ബാക്കി വരുന്ന മൊത്തം വാക്സിൻസിന്റെയും ഡോസേജ് എന്ന് പറയുന്നത് 0.5 ml ആണ്. ഹെപ്പറ്റൈറ്റിസ് ബി, പെൻഡ, PCV, MR, ജീവ്, DPT, TD ബാക്കി എല്ലാത്തിന്റെയും ഡോസ് എന്ന് പറയുന്നത് 0.5 ml ആണ്. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് OPV, IPV, വൈറ്റമിൻ എ ഓറലി കൊടുക്കുന്നതാണ്. OPV 2 ഡ്രോപ്പ്, റോട്ടാ വൈറസ് 5 ഡ്രോപ്സ്, പിന്നെ വൈറ്റമിൻ എയുടെ ഫസ്റ്റ് നമ്മൾ 1 lakh ഇന്റർനാഷണൽ യൂണിറ്റ് കൊടുക്കുന്നു. ബാക്കിയെല്ലാം 2 lakh ഇന്റർനാഷണൽ യൂണിറ്റ് കൊടുക്കുന്നു. അടുത്തത് നമുക്ക് നോക്കേണ്ടത് ഡോസേജ് ആണ്. ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ 3 വാക്സിൻസ് ഓറലി കൊടുക്കുന്ന വാക്സിൻസ് ആണ്, OPV, റോട്ടാ വൈറസ്, വൈറ്റമിൻ എ. അപ്പൊ ആദ്യം അതിന്റെ ഡോസ് നമുക്ക് നോക്കാം. OPV എന്ന് പറയുന്നത് നമ്മൾ 2 ഡ്രോപ്പ് ആണ് കൊടുക്കുന്നത്. അതേസമയം റോട്ടാ വൈറസ് എന്ന് പറയുന്നത് 5 ഡ്രോപ്പ് അല്ലെങ്കിൽ 2 ml ആണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ വൈറ്റമിൻ എയെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു ഡോസ് 1 lakh ഇന്റർനാഷണൽ യൂണിറ്റ് ഓർ 1 ml.
ബാക്കിയുള്ള 2 മുതൽ 9 വരെയുള്ള ഡോസും 2 ലാക്ക് ഇന്റർനാഷണൽ യൂണിറ്റ് ഓർ 2 ml ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി ഇതിൽ രണ്ട് BCG IPV. BCG ആണെങ്കിൽ ആദ്യത്തെ ഒരു മാസം 0.05 ml ആണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു മാസത്തിന് ശേഷമാണെങ്കിൽ 0.1 ml. IPV ആണെങ്കിൽ 0.1 ml ആണ് കൊടുക്കുന്നത്. പിന്നെ ബാക്കിയുള്ള വാക്സിൻസിന്റെ എല്ലാം ഡോസ് എന്ന് പറയുന്നത് 0.5 ml ആണ്. ഹെപ്പറ്റൈറ്റിസ് ബി, പെൻഡ, PCV, MR, ജീവ്, DPT, TD ബാക്കി എല്ലാത്തിന്റെയും ഡോസ് എന്ന് പറയുന്നത് 0.5 ml ആണ്. അപ്പോൾ പഠിക്കുമ്പോൾ ഈ 3 വാക്സിൻ OPV, റോട്ട, വൈറ്റമിനെ ഓറലി ആണ് അതിന്റെ ആദ്യം പഠിക്കുക. പിന്നെ വ്യത്യാസം വരുന്നത് BCGയും IPV ആണ്. അതിന്റെ ഡോസ് ഓർത്തു വെക്കുക. ബാക്കി എല്ലാത്തിന്റെയും ഡോസ് എന്ന് പറയുന്നത് 0.5 ml ആണ്. ഇനി നമ്മൾ റൂട്ട് നോക്കുകയാണെങ്കിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓറലി കൊടുക്കുന്ന വാക്സിൻസ് ആണ് OPV, റോട്ട വൈറസ്, വൈറ്റമിനെ. ഇനി നമ്മൾ ഡോസേജിന്റെ കാര്യം പറഞ്ഞപ്പോൾ വ്യത്യാസം വരുന്ന 2 എണ്ണം ഉണ്ടല്ലോ, BCG, IPV. അത് രണ്ടും നമ്മൾ ഇൻട്രാഡെർമലി ആണ് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്ന 2 എണ്ണമാണ് MR, ജീവ്, നമ്മുടെ മീസിൽസ് റുബല്ലയുടെ വാക്സിനും ജാപ്പനീസ് എൻസെഫലൈറ്റിസിന്റെ ജീവ് വാക്സിനും. ഇത് രണ്ടും നമ്മൾ സബ്ക്യൂട്ടേനിയസ്ലി ആണ് കൊടുക്കുന്നത്. പിന്നെ ബാക്കി വരുന്ന വാക്സിൻസ് TD, ഹെപ്പറ്റൈറ്റിസ് ബി, പെൻഡാവാലന്റ്, DPT, PCV ഇതെല്ലാം നമ്മൾ ഇൻട്രാമസ്കുലർലി ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓർഡറിൽ പഠിച്ചാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ഇതില് നോക്കാനുള്ളത് സൈറ്റ് കൂടിയാണ്, അതായത് ഏത് ഭാഗത്തായിട്ടാണ് നമ്മൾ ഈ വാക്സിൻസ് കൊടുക്കുന്നതെന്നുള്ളത്. ആദ്യം നമുക്ക് റൈറ്റ് അപ്പർ ആമിൽ ഏതൊക്കെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. IPV, MR, TD ഇത് ഇത്രയും നമ്മൾ കൊടുക്കുന്നത് റൈറ്റ് അപ്പർ ആമിലാണ്. ഇനി ലെഫ്റ്റ് അപ്പർ ആമിലാണ് BCGയും ജീവും നമ്മൾ കൊടുക്കുന്നത്. ഓറലി ഉള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, OPV, റോട്ട, വൈറ്റമിനെ. ഇത് മൂന്നും നമ്മൾ ഓറലി കൊടുക്കുന്ന വാക്സിൻസ് ആണ്. ഇനി റൈറ്റ് തൈല് ഒരു വാക്സിൻ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ PCV ആണ്. ലെഫ്റ്റ് തൈലാണെങ്കിൽ നമ്മുടെ DPT, പെൻഡ, ഹെപ്പറ്റൈറ്റിസ് ബി. ഓൾറെഡി പെൻഡയ്ക്കകത്ത് നമ്മുടെ DPT, ഹെപ്പറ്റൈറ്റിസ് ബി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, പെൻഡാവാലന്റിനകത്ത് അടങ്ങുന്ന എല്ലാ വാക്സിൻസും നമ്മൾ ലെഫ്റ്റ് തൈലാണ് കൊടുക്കുന്നത്. PCV ആണെങ്കിൽ റൈറ്റ് തൈലാണ് കൊടുക്കുന്നത്. ഓറലി ഉള്ളതാണ് OPV, റോട്ട, വൈറ്റമിനെ. ദെൻ ലെഫ്റ്റ് അപ്പറാമില് BCG, ജീവ്, റൈറ്റ് അപ്പറാമില് IPV, TD, MR. ഇനി ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ഒരു ടേബിള് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ആദ്യം നമുക്ക് വാക്സിന്റെ പേര് എഴുതാം. അത് അടുത്തത് ഏജ് ഗ്രൂപ്പിലാണ് കൊടുക്കുന്നതെന്ന് എഴുതാം. നെക്സ്റ്റ് നമുക്ക് ഡോസ്, റൂട്ട്, സൈറ്റ്. അപ്പം ഈ രീതിയിൽ എഴുതിയിട്ട് നമ്മൾ ആദ്യം പഠിച്ചത് വെച്ചിട്ട് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ നമ്മൾ എക്സാമിന് എഴുതുന്ന സമയത്ത് കൂടുതലും ഈ ടേബിൾ ആയിട്ട് എഴുതാൻ നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഈ ഒരു ടേബിളിലൂടെ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കൂടുതലും ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇങ്ങനെ ടേബിൾ ആക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക.